റഡാറിനെ വരെ കബളിപ്പിക്കുന്ന ഒരു രാക്ഷസ പക്ഷിയുണ്ട്. അതെ, നമ്മുടെ അമേരിക്കയ്ക്ക്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയ്ക്കാണ് ആ രാക്ഷസ പക്ഷിയുള്ളത്. പറഞ്ഞു വരുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റായ B-2 സ്റ്റെൽത്ത് ബോംബറിനെ പറ്റിയാണ്. ലോകത്തെ അമേരിക്കയ്ക്ക് മാത്രമായി സ്വന്തമായിട്ടുള്ള ഒരു ബോംബർ വിമാനമാണ് B-2 സ്റ്റെൽത്ത്. പക്ഷേ അതൊരു രാക്ഷസ കഴുകനാണ് എന്ന് പറഞ്ഞാൽ കൃത്യമായി സമ്മതിക്കേണ്ടി വരും. ആകാശത്തിലെ ഉയരങ്ങളിൽ നിന്ന് ഏറ്റവും ചെറിയ ഒരു സൂക്ഷ്മമായ ബങ്കറുകളിലിരിക്കുന്ന ഒരു ശത്രുവിനെ പോലും അല്ലെങ്കിൽ സേനാ താവളങ്ങളെ പോലും തകർത്ത് തരിപ്പണമാക്കാൻ ശേഷിയുള്ള ഒരു യുദ്ധവിമാനമാണ്. അത്തരത്തിലുള്ള ഒരു ബോംബുകൾ ക്യാരി ചെയ്യാൻ കഴിയുന്ന ഒരു യുദ്ധവിമാനമാണ്, ഒരു സ്റ്റെൽത്ത് ബോംബറാണ് B-2 എന്ന് പറയുന്നത്. അതെ, അമേരിക്കയ്ക്ക് സ്വന്തമായുള്ള ഒരു രാക്ഷസ കഴുകൻ. ഇസ്രയേൽ ഇറാൻ യുദ്ധം കനക്കുകയാണല്ലോ. അതിലേക്ക് അമേരിക്ക കൂടി കക്ഷി ചേർന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇറാനിൽ അമേരിക്ക ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇട്ടിരിക്കുന്നു തങ്ങളുടെ B-2 സ്റ്റെൽത്ത് ബോംബർ വിമാനം ഉപയോഗിച്ച്. വളരെ വിഷമമുള്ള ഒരു വാർത്തയാണ്. യുദ്ധത്തെ പറ്റി പറയുമ്പോൾ വളരെ വിഷമമുള്ള ഒരു വാർത്തയാണ്. കാരണം ലോകത്ത് യുദ്ധം മൂലം സർവനാശമാണ് സംഭവിക്കുന്നത്, അല്ലാതെ ഗുണമൊന്നും സംഭവിക്കുന്നതായി നമുക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഈ ലോക നേതാക്കൾക്ക് എല്ലാവർക്കും കൂടി ഒരു വട്ടമേശയ്ക്ക് ചുറ്റുമിരുന്ന് പ്രശ്നങ്ങൾ പരിഹരിച്ച്, നയതന്ത്രപരമായി പ്രശ്നങ്ങൾ പരിഹരിച്ച് തീർക്കട്ടെ എന്ന് ആഗ്രഹിക്കാൻ മാത്രമേ നമുക്ക് കഴിയൂ. ലോക സമാധാനത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ നമുക്കിന്ന് ബോംബറുകളെ കുറിച്ച്, അമേരിക്കയുടെ ആ ഒരു B-2 ബോംബറെ കുറിച്ച് സംസാരിക്കാം. ടെക്നിക്കലായോ അതിന്റെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സിനെ പറ്റി പറയുന്ന ഒരു വീഡിയോ ഒന്നുമല്ല ഇത്. ഇറാനിൽ ഇങ്ങനെ ഒരു ബോംബർ വിമാനം ഉപയോഗിച്ചു എന്ന് കേൾക്കുമ്പോൾ ഇന്ത്യക്ക് ഇങ്ങനെയുള്ള ഒരു ബോംബർ വിമാനം ഒന്നുമില്ല. കാരണം നമ്മൾ എങ്ങും യുദ്ധം ചെയ്യാനൊന്നും പോകുന്ന ഒരു രാജ്യമല്ല. നമ്മളുടെ നേരെ നമ്മൾ പ്രതിരോധത്തിന് വേണ്ടിയാണ് ആയുധങ്ങൾ നിർമ്മിക്കുന്നതും വാങ്ങുന്നതുമെല്ലാം. നമ്മൾ അല്ലാതെ ഒരു യുദ്ധം ആഗ്രഹിക്കുന്ന ഒരു രാജ്യമല്ല. പക്ഷേ നമ്മളെ തച്ചു തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ നാം തീവ്രമായ, നല്ല ശക്തമായ ഒരു നിലപാടെടുത്തു പോകുന്ന രാജ്യമാണ്. അതിനെ പ്രതിരോധിക്കാൻ വേണ്ട യുദ്ധസന്നാഹങ്ങൾ നമ്മൾക്ക് ആവശ്യമാണ്. അതിന്റെ പേരിൽ നമ്മൾക്ക് മറ്റുള്ള രാജ്യങ്ങളിൽ പോയി യുദ്ധം ചെയ്യുന്ന ഒരു രീതി ഇന്ത്യക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇത്തരം സ്റ്റെൽത്ത് ബോംബറുകൾ ഇല്ല എന്നൊരു വിവരം പങ്കുവെച്ചുകൊട്ടെ. കഴിഞ്ഞ ദിവസം ഇസ്രയേൽ സംഘർഷത്തിനിടയ്ക്ക് അമേരിക്ക കക്ഷി ചേരുമെന്നും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്നും ഉള്ള സൂചന നേരത്തെ മാധ്യമങ്ങളിൽ വന്നിരുന്നു. പക്ഷെ അത് ഇത്ര പെട്ടെന്നുണ്ടാകുമെന്ന് കരുതിയില്ല. ഇസ്രയേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ USA സഹായം അഭ്യർത്ഥിച്ചിരുന്നു. ഇറാനിലെ ഫെർദോ പോലെ മലനിരകളിലുള്ള ഭൂഗർഭ രഹസ്യ കേന്ദ്രങ്ങൾ, ആണവ രഹസ്യ കേന്ദ്രങ്ങൾ, യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ തകർത്തു. അതായത് B-2 സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ച് തകർത്തു എന്നാണ് വാർത്തകൾ നിറയുന്നത്. ആക്രമണം നടന്നതായും കനത്ത നാശം സംഭവിച്ചതെല്ലാം ഇറാൻ സമ്മതിക്കുന്നതുമായുള്ള റിപ്പോർട്ടുകൾ മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. കൃത്യമായ വാർത്തകൾ അവരുടെ ഒഫീഷ്യലായി അവരൊന്നും പറയുന്നില്ല. ഇതോടുകൂടി യുദ്ധത്തിന് ചൂട് പിടിച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ കയ്യിലുള്ള ഈ B-2 വിമാനത്തിന് 15 ടണ്ണോളം തൂക്കമുള്ള 2 ബങ്കർ ബസ്റ്റർ ബോംബുകൾ വഹിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. ലോകത്തിന്റെ ഏത് കോണിൽ പോയി ഒരു സ്ട്രാറ്റജിക് ഓപ്പറേഷൻ നടത്താൻ ഈ B-2 ബോംബറുകൾക്കാകുമെന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. 18,000 കിലോയോളം തൂക്കം വരുന്ന ബോംബുകൾ ഈ വിമാനത്തിന് വഹിക്കാൻ കഴിയും. ഒറ്റ പറക്കലിന് ഏകദേശം 11,500 കിലോമീറ്റർ വരെ ദൂരം സഞ്ചരിക്കാൻ കഴിയും. ആകാശത്ത് തന്നെ വെച്ച് ഇന്ധനമടിക്കാനുള്ള സൗകര്യങ്ങളും ഈ വിമാനത്തിനുണ്ട്. കഴിഞ്ഞ ദിവസം അമേരിക്ക ചെയ്തത് അങ്ങനെയാണ്. 6 B-2 വിമാനങ്ങൾ, സ്റ്റെൽത്ത് ബോംബറുകൾ പറന്നുയരുകളും ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം അടിക്കുകയും ഇറാനിൽ ഫെർദോ മലനിരകളിൽ ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രമെന്ന് ഇവർ വിചാരിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ സംശയിക്കുന്ന സ്ഥലത്തെ ബോംബിട്ട് നശിപ്പിക്കുകയും ചെയ്തു എന്നാണ് മാധ്യമ വാർത്തകൾ. ശരിക്കും ഇതിന്റെ ഒരു ഡിസൈൻ രൂപീകരിച്ചിരിക്കുന്നത് ഒരു പറക്കുന്ന ഒരു കഴുകന്റെ ആ ഒരു രൂപത്തിൽ തന്നെയാണ്. ഇത് റഡാറിന്റെ കണ്ണെങ്ങനെ വെട്ടിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ആകാശത്തിൽ പറക്കുമ്പോൾ ഒരു വലിയ പക്ഷിയുടെ രൂപത്തിൽ തോന്നുമെന്നാണ് എക്സ്പെർട്സ് പറയുന്നത്. പക്ഷെ റഡാറുകളുടെ കീഴിൽ വരുമ്പോഴും ഒരു ചെറിയ പക്ഷി പറക്കുന്നത് പോലെയും, അങ്ങനെ റഡാറുകൾക്ക് അത്ര തീവ്രമേറിയ റഡാറുകൾക്ക് പോലും കണ്ടെത്താനായില്ല എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. അമേരിക്കൻ ആയുധ നിർമ്മാണ വലിയൊരു കമ്പനിയായ
നോർഗ്രാഫ് ഗ്രമ്മൻ കമ്പനിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അമേരിക്കയ്ക്ക് ഏകദേശം ഒരു വിമാനം നിർമ്മിക്കാൻ 18,500 കോടി ഇന്ത്യൻ രൂപ ചെലവാകും. ആകെ 19 വിമാനങ്ങൾ അമേരിക്ക നിർമ്മിച്ചിട്ടുള്ളൂ. അമേരിക്കയുടെ കയ്യിൽ 19 B-2 സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ ഈ വിമാനത്തെക്കുറിച്ച് പറയുവാൻ വേണ്ടി ലോകത്തിലെ ഏറ്റവും വിനാശകരിയായ ഒരു പറക്കുന്ന കഴുകനായ ഈ വിമാനത്തെക്കുറിച്ച് പറയുവാൻ മാത്രമാണ് നിങ്ങളോട് ഈ വീഡിയോ പങ്കുവെക്കുന്നത്. അല്ലാതെ ഒരു യുദ്ധത്തെ പറ്റി പറയുവാനോ അതൊരിക്കലും പ്രോത്സാഹിപ്പിക്കുവാനോ അല്ല. ഈ ഒരു അമേരിക്കയ്ക്ക് മാത്രം സ്വന്തമായിട്ടുള്ള ഈ ഒരു B-2 ബോംബർ വിമാനത്തെക്കുറിച്ച് പറയുവാൻ വേണ്ടി മാത്രമാണ്. യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ. എല്ലാ രാജ്യത്തും യുദ്ധം കെടുതികളാണ് സൃഷ്ടിക്കുന്നത്. എത്രയും പെട്ടെന്ന് അവസാനിച്ച് സമാധാനം പുലരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നാം ഈ വീഡിയോ നിങ്ങളോട് എനിക്ക് കഴിയുന്ന രീതിയിലാണ് നിങ്ങളോട് ഈ വാർത്തകൾ ഷെയർ ചെയ്യുന്നത്. അതിൽ ഏറ്റക്കുറച്ചിലുകളും കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടാകാം. അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. കഴിയുമെങ്കിൽ നമ്മുടെ ഈ സപ്പോർട്ട് ചെയ്യുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആരോഗ്യകരമായ ഒരു പോസിറ്റീവ് കമൻറ്റുകൾ ഇടുക. നെഗറ്റീവ് കമൻറ്റ് ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്യുക. എന്നിലെ യൂട്യൂബർ നിങ്ങൾ തളർത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.